ഹലോ ഗൈസ്, പവർ സ്റ്റോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മാരുതി റിറ്റ്സിനെ കുറിച്ചാണ്. മാരുതി റിറ്റ്സിൻ്റെ ടൈമിംഗ് ചെയിൻ മാറ്റുന്ന വീഡിയോ ആണ് ഇന്ന് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ ഈ വണ്ടി ഒന്നേ ചില്ലറ ഓടിയിട്ടുണ്ട്, ഒന്നിൻ്റെ പുറത്ത് ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ മാറ്റുന്ന വീഡിയോ ആണ് ഇത് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻജിൻ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ ബാറ്ററി ടെർമിനൽ ഊരിടുക, അതുപോലെ ഈ സൈഡത്തെ വീൽ ഊരിടുക. ഈ വീൽ ഭാഗം ഊരുന്നത് എന്തിനാ വെച്ചാൽ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഇത് വർക്ക് ചെയ്യാനുള്ളതാണ്. പിന്നെ അതുപോലെ ഈ ഒരു ഭാഗം അയച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഭാഗം ഊരെടുത്ത ശേഷം വണ്ടി പൊക്കിയതിന് ശേഷം സംഭവം കാര്യങ്ങളൊക്കെ ഊരുക. അതിന് മുമ്പ് ഓയിൽ ചോർത്തുക. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ഇതിൻ്റെ ഓയിൽ ചോർത്തുക. ഓയിൽ ചോർത്തതിന് 8 കാരണതാണ്. പിന്നെ 45ൻ്റെ ഫ്ലവർ വരുന്നത്. പിന്നെ അതിന് ശേഷം ഈ സൈലൻസറിൻ്റെ ഈ ഒരു ഭാഗം അയച്ചെടുക്കുക. എന്നിട്ട് ഈ സംഭവം അയച്ചെടുക്കുക. അപ്പോൾ ഞാൻ അയച്ചെടുത്തതിന് ശേഷം ബാക്കി കാണിച്ചു തരാം. ഫുള്ളായിട്ട് അയക്കണം കാര്യങ്ങളൊന്നും കാണിക്കണം. നമ്മൾ വർക്കിൻ്റെ ഇടയിൽ നമുക്ക് ഗ്യാപ്പില്ല. അപ്പോൾ ഈ ഒരു ഭാഗങ്ങൾ അയച്ചെടുത്തതിന് ശേഷം ബൈക്കുമായിട്ട് ഇങ്ങനെ പറഞ്ഞുതരാം. അപ്പോൾ സൈലൻസർ ഊരിയെടുത്തു. പിന്നെ ഇവിടെ ഉള്ള 14ൻ്റെ ഈ ബോൾട്ട് ഊരിയെടുക്കുക. പിന്നെ അതിന് ശേഷം ഗിയർ ബോക്സിൻ്റെ ഈ ഒരു 14 വോൾട്ട്, അതുപോലെ ഇത് ഈ 14. പിന്നെ ഈ സൈലൻസറിൻ്റെ ഭാഗം അയച്ചെടുക്കുക പറഞ്ഞാൽ ഈ 17 അയച്ചെടുത്താണ്ട് ഈ ഭാഗം അങ്ങോട്ട് തട്ടിയാൽ മതി. ഇതിവിടെ ഇരിക്കുക. ഏകദേശം പറഞ്ഞു കേട്ടോ. ഈ ഭാഗം അങ്ങോട്ട് തട്ടിയിട്ടുണ്ടെങ്കിൽ ഊരിപ്പോരും. പിന്നുള്ളത് പറഞ്ഞാൽ ഈ 13 ഊരിയെടുക്കുക. ഈ ക്ലാമ്പ് 1 2 പുറത്ത് 3 4 ഈ ക്ലാമ്പ് ഈ ഒരു ഭാഗം അയച്ചെടുക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ ഈ ഓയിൽ സമ്പിൻ്റെ ചുറ്റൂറുള്ള 10ൻ്റെ വോൾട്ട് അയച്ചെടുത്തുകൊണ്ട് ഓയിൽ സമ്പ് ഇറക്കുക. അതാണ് ഞാൻ അടുത്ത പരിപാടി എന്ന് പറഞ്ഞത്. അപ്പോൾ സമ്പ് അയച്ചെടുക്കുന്നതിന് മുമ്പ് ഓയിൽ ചോർത്താൻ മറക്കരുത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് അയച്ചെടുക്കുന്ന ടൈമിൽ ഇവിടെ തൂങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ സമ്പ് അയച്ചതിന് ശേഷം ഈ ബോൾട്ടുകൾ അയച്ചതിന് ശേഷം ഇവിടെ തിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഇവിടെ ഈ ബെൻഡായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത സെറ്റിങ്ങിൽ അത് ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ആ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യുക. അത് ചെക്ക് ചെയ്ത് അവിടെ അയക്കുക. ഇവിടെയൊക്കെ തിക്കുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ വിഷ്ണു അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഭാഗങ്ങൾ നമ്മൾ അയച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നുള്ളത് പറഞ്ഞാൽ നമ്മൾ ഈ AC അതുപോലെ പമ്പ് ഡൈനാമോ നമുക്ക് വരുന്ന ഈ ഒരു ബെൽറ്റ് നമ്മൾ അയച്ചെടുക്കണം. അപ്പോൾ അയച്ചെടുക്കാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഞാൻ റിങ് ഇട്ടുള്ളത് ഇത് 14-15 റിങ്ങാണ്. 15-15ൻ്റെ ഭാഗം ആ ഭാഗത്തിട്ട് കണ്ടോ, 15-14 നമുക്ക് സൂട്ടാണിച്ചാൽ ഇട്ടുകൊണ്ട് ടെൻഷനിൽ ഒരു സൈഡിലേക്ക് വലിച്ച് ടൈറ്റ് ചെയ്യുക. അതുകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കണ്ടോ സൈഡിലേക്കാക്കുമ്പോൾ. അപ്പോൾ ഒരു സൈഡിലേക്ക് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം ഇത് ഫ്രീ ആവും. ഒരു മിനിറ്റ് ഇഷ്ടമാണോ, നമ്മളെ ടെക്നീഷ്യൻ വരുന്നുണ്ട്. ഒന്നാലും ഇപ്പോൾ ഇതിന് തീരുമാനമാവും. ഇത് പിടിച്ചാൽ ഇത് കാണിച്ചിട്ട് ഈ ബെൽറ്റ് ദിവസമാണ് ബെൽറ്റ് ടച്ച് ചെയ്താൽ ഉണ്ടോ, ബെൽറ്റ് ഫ്രീ ആകുന്നുണ്ടോ, ടൈറ്റ് ആവണം, ഫ്രീ ആവും. ഇപ്പോൾ ടൈറ്റ് ആയി ബെൽറ്റ് ഉണ്ടോ. നമ്മളിത് ഈ ഭാഗം അങ്ങോട്ട് തള്ളണതിനനുസരിച്ച് ബെൽറ്റ് ലൂസാവും. അങ്ങനെയാണ് ഇത് ലൂസാക്കി എടുക്കുക. എന്നുണ്ടോ, ഇതൊരു ആൾക്കാർക്ക് കാരണമാണ്, ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന സാധനങ്ങളാണ് ഇപ്പോൾ അയച്ചിട്ടുള്ളത്. ഒരു സൈലൻസർ, അതുപോലെ ഈ ഭാഗം, പിന്നെ അതിൻ്റെ ഒരു സിലിണ്ടർ വരുന്ന സൈഡിൽ, അതുപോലെ സമ്പ്. അപ്പോൾ ഇതൊക്കെ അയച്ചെടുത്തതിന് ശേഷം ബാക്കി നമ്മൾ വണ്ടി ഇറക്കിയിട്ട് ഇവിടെയൊക്കെ ആയിട്ട് നമ്മളൊരു ലെഗ് വെക്കണം, കുത്തു വെച്ചാണ്ട്. ഇവിടെ നമ്മൾ ബോണ്ടേഷൻ മുകളിലത്തെ ഈ ഒരു ബോണ്ടേഷൻ നമ്മൾ ഊരിയെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ കുത്തു വെച്ചതിന് ശേഷം നമ്മൾ മുകളിലത്തെ ബോണ്ടേഷനും കാര്യങ്ങളൊക്കെ ഊരിയെടുക്കാനുള്ള കേട്ടോ. അപ്പോൾ ലിഫ്റ്റും വെച്ചാണ്ട് വണ്ടി അയക്കണവർ താഴ്ത്തിയാണ്ട് കുത്തു വെക്കാവും നല്ലത്. കാരണം വെച്ചാൽ താഴ്ത്തി കുത്തി വെച്ചാൽ, ചെറിയ കുത്തി വെച്ചാൽ നമുക്ക് മുകളിലുള്ളത് അയച്ചെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ വണ്ടി നമുക്ക് താഴ്ത്തി വെച്ചുകൊണ്ട് ബാക്കി മുകളിലത്തെ ഭാഗങ്ങൾ അയക്കാം. അപ്പോൾ വണ്ടി താഴ്ത്തുന്നതിന് മുമ്പ് ഈ ഒരു ഭാഗങ്ങൾ പരിചയപ്പെടുത്തി തരാം. ഇതാണ് ക്രാങ്കിൻ്റെ ഫ്ലൈ വീൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഫ്ലൈ വീലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ലോക്ക് കാണിച്ചിട്ടുള്ളത്. ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രൂ ഡ്രൈവറാണ് അതിലിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഗിയർ ബോക്സിൻ്റെ കേസും വന്ന് ഒരു ഹോൾ വരുന്നുണ്ട്, ചെറിയൊരു ഹോൾ വരുന്നുണ്ട്. അപ്പോൾ ഹോളിൽ കൂടെ കയറ്റിയാണ്ട് നേരെ ഫ്ലൈ വീലിൻ്റെ ഉള്ളിലൊരു കട്ടിങ് ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഇട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ വണ്ടി ഇറക്കിയിട്ട് മുകളിൽ ലോക്കും കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പോൾ താഴെ ഇറക്കുന്നതിന് മുമ്പ് ഈ ഒരു ഭാഗം നമ്മൾ അയച്ചെടുക്കുക. 13ൻ്റെ വോൾട്ട് ഇത് ലൂസാക്കി ഇട്ടുള്ളത് 8. അപ്പോൾ ഇത് അയച്ചെടുത്താണ്ട് ഈ വീൽ അയച്ചെടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ നമ്മൾ ആ സൈഡിൽ ടൈമിങ്ങിൻ്റെ കവറിന് വരുന്ന 10 നമ്മൾ അടിയിൽ നിന്ന് അയച്ചെടുക്കാൻ മാതിരിയുള്ള ഏതൊക്കെയാണോ അത് ഫുള്ള് അയച്ചെടുക്കുക. അടിയിൽ നിന്ന് കിട്ടുന്നിടത്തോളം അയക്കുക. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ താഴ്ത്തി കഴിഞ്ഞാൽ നമുക്കിത് അയക്കാൻ ബുദ്ധിമുട്ടാവും. പിന്നെ നമ്മൾ താഴ്ത്തി കടന്നിട്ടുണ്ട്. കാരണം ലെഗ് വെച്ചിട്ട് നമ്മൾ ബോണ്ടേഷൻ ഊരി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊക്കാനുള്ളൊരു കണ്ടീഷൻ അല്ലായിരിക്കും. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് തന്നെ ഫുള്ളായിട്ട് അയക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ഭാഗം ഫുള്ള് താഴ്ന്ന് അയക്കേണ്ട ഭാഗങ്ങൾ ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് മുകളിലേക്ക് അയച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വീലാണ് ഇപ്പോൾ നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ ബോൾട്ട്. ക്രാങ്കിൻ്റെ ബോൾട്ട്. ഈ ബോൾട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിച്ചാൽ അത് അയക്കാൻ കഴിയുള്ളൂ. നമ്മളെല്ലാ ബോൾട്ടുകളും ഊരുന്ന പോലെയല്ല, നേരെ ഓപ്പോസിറ്റാണ് ഇതിൻ്റെ ത്രെഡ് വരിക. അപ്പോൾ ഇത് അയച്ചെടുക്കുന്ന ടൈമിൽ എന്ന് പറഞ്ഞാൽ ടൈറ്റ് ആക്കുന്ന സ്ഥലത്തേക്കാണ് ഇത് അയച്ചെടുക്കുക, ഊരെടുക്കുക. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ മറക്കരുത്. അപ്പോൾ
അടുത്തായിട്ടുള്ളത് പറഞ്ഞാൽ ഈ ടെൻഷനർ. അപ്പോൾ ഇവിടെ 2 ബോൾട്ട് 45-ൻ്റെ ഫ്ലവർ അത് ഊരെടുക്കുക. പിന്നെ ഇതിനകത്ത് ഒന്ന് കാണിച്ചത് കാണുന്നുണ്ടോ, ഒന്ന് കാണിച്ചിട്ട് എന്താ ഇതിനകത്തുള്ള ഈ പമ്പ് ഉണ്ടോ, വാട്ടർ പമ്പ് ഊരെടുക്കേണ്ട കേസ് ഉണ്ടാവും. വാട്ടർ പമ്പ് ഊരുന്നതിന് ഈ 4 ഞെട്ട് ഇതിനകത്ത് കൂടെ ചെറിയ ഫ്ലവർ ബോക്സ് ഇട്ടുകൊണ്ട് ചെറിയ ബോക്സ് ഇട്ടുകൊണ്ട് അതിനകത്ത് കൂടെ അയച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് അയച്ചെടുക്കാമെന്നുള്ളൂ. അപ്പോൾ വെള്ളം ഈ ഭാഗം അയച്ചെടുക്കുന്ന വെള്ളം ഓവറായിട്ട് താഴ്ത്തിക്ക് വരും. അപ്പോൾ ആണെങ്കിൽ വെള്ളം ഒഴിവാക്കിയിട്ട് അയക്കണമെങ്കിൽ അങ്ങനെ അയക്കുക, അല്ലെങ്കിൽ ഇവിടെ അയച്ചെടുത്തിട്ട് ഇതിൽ കൂടെ ഒഴിവാക്കിയാലും മതി. അപ്പോൾ വാട്ടർ പമ്പ് വരുന്ന ടൈമിൽ ഈ വെള്ളമൊക്കെ ഒഴിവാക്കിയാണ്ട് റേഡിയേറ്ററിൻ്റെ ഇവിടെ ഇരുന്ന് ക്യാപ്പ് ഊരിക്കാണ്ട് വെള്ളം ഒഴിവാക്കിയാണ്ട് വാട്ടർ പമ്പ് വരിക എന്നുള്ളതാണ്. അപ്പോൾ മുകളിൽ നമ്മൾ ഇത്രയും ഭാഗങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ മുകളിൽ കൂടെ വരുന്ന ഈ കവറ്, പിന്നെ വരുന്ന ഇവിടെ ഒരു റോസ്, അതുപോലെ ഈ ഒരു പൈപ്പ്, പിന്നെ വയറിംഗ് കിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ കോമർ റെയിൽ, അതിൻ്റെ ഈ ഒരു ഭാഗങ്ങൾ മാറ്റി വെച്ചിട്ട് ഇതാണ് ക്യാം ലോക്ക് വരുന്നത്. അതുപോലെ ഇതിന് ഓപ്പോസിറ്റ് ഇവിടെ വരുന്നുണ്ട് ലോക്ക്. അപ്പോൾ ഇത് അയക്കേണ്ടത് എങ്ങനെയാണോ അതിനുള്ളൊരു സ്പേസ് ഇവിടെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിൽ ഇനി അതല്ല ചെറുതായിട്ട് ഗ്യാപ്പിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ അയച്ചാൽ മതി. അപ്പോൾ ഇത് അതിൻ്റെ ഒരു ഞെട്ട് വരുന്നതാണ്, ഒരു എല്ലിങ് ഞെട്ട്. അപ്പോൾ ഈ ഞെട്ട് ഊരെടുത്തിട്ട് ഇതിൻ്റെ അകത്താണ് ലോക്ക് ചെയ്യുക. അതുപോലെ ഇത് കണ്ടോ, ഇവിടെ ഇതേപോലത്തെ ഒരു ഞെട്ട് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ക്യാം ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ലോക്ക് ചെയ്യുക. അതുപോലെ ക്രാങ്ക് ലോക്ക് ചെയ്യുന്നതിന് മുമ്പ് കാണിച്ച ഒരു ഭാഗം ലോക്ക് ചെയ്യുക. അപ്പോൾ ആ 3 ഭാഗം ലോക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അടിയിലുള്ള ക്രാങ്ക് ഞെട്ട് അയക്കുക. അപ്പോൾ ക്യാം ലോക്ക് ചെയ്യുന്ന ഒരു ഞെട്ട് നമ്മൾ അയച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ ലോക്ക് ചെയ്യുന്ന ഒരു ക്യാം ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതാട്ടോ, സ്പെഷ്യൽ ടൂള്. അതുപോലെ 2 ഉണ്ട് 2 സൈഡിലിടാൻ വേണ്ടിയിട്ട്. അതിൽ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടോ, ഈ ഒരു ഭാഗം അതിലേക്ക് കയറി നിന്നിട്ട് ഇത് അമർത്തി പിടിച്ചാണ്ട് ഈ ത്രെഡ് ഇതിൻ്റെ ചെയ്യുക, അങ്ങനെ ഫിറ്റ് ചെയ്യുക. ഇതിനകത്ത് ഇട്ടുകൊണ്ട് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ത്രെഡ് ആകുമ്പോൾ ലോക്കാവും ഉണ്ടാവും അങ്ങനെ. പക്ഷേ അത് അമർത്തുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെക്ക് ചെയ്യണം, ആ കട്ടിങ് കറക്റ്റാണോ അല്ലെന്ന് ചെക്ക് ചെയ്യണം. അതിന് നമ്മൾ ഗ്ലാസ് എന്തെങ്കിലും വെച്ചുകൊണ്ട് ഇവിടുത്തെ നമുക്ക് പിന്നെ നോക്കിയാൽ കിട്ടും. ആ സൈഡിൽ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ കിട്ടിക്കോണമെന്നില്ല. ഇപ്പോൾ ഗ്ലാസ്സിലുണ്ടോ, ഗ്ലാസ്സിൽ നമുക്ക് ഇത് കാണും. അപ്പോൾ ക്രാങ്ക് തിരിച്ച് കഴിഞ്ഞാൽ ഗ്ലാസ്സിൽ നമുക്ക് കട്ടിങ് കാണും. അപ്പോൾ ആ കട്ടിങ്ങിൽ ഇത് കറക്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ വെച്ചുകൊണ്ട് കയറ്റി വെച്ചുകൊണ്ട് ടൈറ്റ് ചെയ്യാം. അങ്ങനെയാണ് ഇത് ലോക്ക് ചെയ്യൽ. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അങ്ങനെ തന്നെ കേട്ടോ, ഇവിടെ ഊരിട്ടുള്ളതാണ് ഞാൻ കാണിച്ചത് കേട്ടോ. ഗ്ലാസ് വെക്കുമ്പോൾ ഉണ്ടോ ഇതിൻ്റെ കേട്ടോ. അപ്പോൾ അങ്ങനെ കാണാൻ കഴിയും. അപ്പോൾ ആ ലോക്കിൽ നമ്മൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് ആ ലോക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ക്രാങ്ക് അയക്കുക. അതൊരു ക്രാങ്കിന് നമ്മൾ ലോക്ക് ചെയ്യണം. അതിന് മുന്നോടിയായിട്ട് കാണിച്ചു തന്നിട്ടുള്ളത്, അത് പൊക്കിപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ ഭാഗം ലോക്ക് ചെയ്തതിന് 3 ലോക്ക് ഇട്ടതിന് ശേഷം മാത്രം ക്രാങ്ക് ഓപ്പോസിറ്റ് സൈഡ് ലൂസാക്കുക. അപ്പോൾ ലോക്കും കാര്യങ്ങളും കിട്ടുള്ളൂ, ക്യാമിൻ്റെ ലോക്കും കാര്യങ്ങളും കിട്ടും. ഇനി നമുക്ക് ബൗണ്ടേഷനും കാര്യങ്ങളും അയക്കാനുള്ളതാണ്. അതുപോലെ ഈ ഒരു ഭാഗം അയച്ചെടുക്കണം. പക്ഷേ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ക്രാങ്കിൻ്റെ ബോൾട്ട് അയക്കേണ്ട കേസ് ഉണ്ട്. അപ്പോൾ ക്രാങ്കിൻ്റെ ബോൾട്ട് അയച്ച് ലൂസാക്കി വെച്ചിട്ടില്ല കേട്ടോ, എന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ലൂസാണ്ടോ, ഇത് ഓപ്പോസിറ്റ് സൈഡ് ഇത് ഇങ്ങോട്ടാക്കുമ്പോൾ ലൂസ് കേട്ടോ. അപ്പോൾ ഇത് ഒരു ടൈമിൽ ഇങ്ങനെ ലെഗും കാര്യങ്ങളൊക്കെ വെച്ചാൽ സപ്പോർട്ട് ചെയ്ത് വെച്ചാൽ ഷർട്ട് സ്ലിപ്പാവാതെ നമുക്ക് ഊരിക്കാന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഭാഗം ഇത് കണ്ടോ, ഏകദേശം ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് അയച്ചോളൂ. അതെല്ലാം നിങ്ങൾ ഇതുപോലെ വേറെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അയക്കാൻ ബുദ്ധിമുട്ടില്ല. ഇതിങ്ങനെ ഞാൻ അയച്ചിരിക്കുന്നത് ഇതുപോലെ ലെഗും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ സപ്പോർട്ട് ചെയ്തിട്ട് അയക്കൽ. അപ്പോൾ അങ്ങനെ അയച്ചെടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ അവിടെ അയച്ചെടുത്തിട്ട് ഈ ഒരു ഭാഗം അയച്ചെടുത്ത് കഴിഞ്ഞ് ടൈമിങ്ങിൻ്റെ കവറും കാര്യങ്ങളൊക്കെ അയച്ചെടുത്തിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ടൈമിങ്ങിൻ്റെ കവറും കാര്യങ്ങളൊക്കെ അയക്കുന്ന ഭാഗത്ത് ഇവിടെ ഈ ബൗണ്ടേഷന് അതുപോലെ ഈ ഒരു ഭാഗമൊക്കെ അയച്ചെടുത്തുകൊണ്ട് ടൈമിങ് കവർ അയച്ചെടുത്തിട്ട് ബാക്കി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ബോൾട്ടും അതുപോലെ ഇത് നമ്മൾ പമ്പിന് വർക്ക് ചെയ്യിപ്പിക്കണ ഗൈഡ് എന്ന് പറയും. അതായത് ഇത് പോയിട്ട് ലോക്കായിട്ടാണ് നമ്മളെ ഓയിൽ പമ്പ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഇതിന് മുതൽ അയച്ചെടുക്കുക, എന്നിട്ടാണ് കവർ അയച്ചെടുക്കാൻ. പിന്നെ ഇതാണ് സീൽ എന്ന് പറഞ്ഞത്, ഓയിൽ സീൽ കൊടുക്കുന്ന ടൈമിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഭാഗം കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പിറ്റേന്ന ടൈമിൽ കറക്റ്റായിട്ട് ഇങ്ങനെ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ബോണ്ടേഷ് ഊരിട്ടുള്ളത് കേട്ടോ. 1 2 4 ബോൾട്ട് വരുന്നത് 14 രണ്ടെണ്ണം ഇതിലും 1 ഇതിലും കേട്ടോ. പിന്നെ ഇതിൽ 1 2 3 ഞെട്ട്. പിന്നെയുള്ളത് പറഞ്ഞാൽ ഈ ക്ലാമ്പിൻ്റെ ഒരു ഞെട്ട് വരുന്നത്. അതുപോലെ ഇവിടെ 1 2 4 ഞെട്ട് വരുന്നത് 15 കേട്ടോ. ഞെട്ട് വരുമ്പോൾ അപ്പോൾ ടൈമിംഗ് കവർ വീട്ടിലുള്ള കാഴ്ച എന്ന് പറയുന്നതാണ്. ഇതുണ്ടോ, ഇതിൻ്റെ ഈ ഒരു ക്യാം പുള്ളി അതുപോലെ ഗൈഡ് ഈ ഭാഗങ്ങൾ മൊത്തമായിട്ട് അയച്ചെടുക്കണം. അതുപോലെ ക്രാങ്ക് പുള്ളി ആ ഭാഗം മൊത്തമായിട്ട് അയച്ചെടുക്കണം. അതുപോലെ ഈ ഒരു ഗാസ്കറ്റ് ഇത് മാറ്റല്ല കേട്ടോ. ഇത് പറയാൻ വിട്ടുപോയ ഒരു കാര്യം കേട്ടോ. ഇത് പിന്നെ ഇവിടെ വരുന്നൊരു പൈപ്പാണ്, അതായത് ഓയിൽ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അയച്ചുകൊണ്ടൊന്ന് ക്ലീൻ ചെയ്യുക. ഇപ്പോൾ ഇതിനകത്ത് ഇവിടെ ഓയിൽ അടിച്ചുകൊണ്ട് ബ്ലോക്ക് ഉണ്ടോ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, അത് നല്ലതാവും. പിന്നെ അതിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിട്ട് വരിക. ഇതാ ഈ ഭാഗം അടിയിലേക്കായിട്ട് ആ നോബ് അടിയിലേക്കായിട്ട് ഈ 2 ഹോളിൽ ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ ബാക്കി കാണിച്ചു തരാം. എത്രത്തോളം കാണുന്നുണ്ടായിരുന്നില്ല. അത് അതിൽ ഫിറ്റ് ചെയ്താണ്ട് 10ൻ്റെ 2 ഞെട്ട് വരും, ബോൾട്ട് വരും.
ഈ ബോൾട്ടിൻ്റെ സെൻറ്ററിൽ നമ്മൾ സാധാ ഓയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു ബോൾട്ട് ഉണ്ടല്ലോ, സെൻട്രൽ ഹോളൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു ബോൾട്ടാണ് വരുന്നത്. അപ്പോൾ ആ 2 ബോൾട്ട് 2 സൈഡിൽ സെറ്റ് ചെയ്യുക. ഇതിപ്പോൾ ടൈമിംഗ് കവർ ക്ലീൻ ചെയ്തിട്ടുള്ള കേട്ടോ. അതുപോലെ നമ്മളെ ഓയിൽ സമ്പ് ഇതിൻ്റെ ഈ തല വരുന്ന ഈ എൻഡിൽ വരുന്ന ഈ ഭാഗം മൊത്തം ഒന്ന് ജസ്റ്റ് ഒന്ന് പേപ്പർ ഇട്ടുകൊണ്ടൊന്ന് തുടക്കുക. അല്ലാതെ എന്ത് അനാബോട്ടിന് മുമ്പ് ചെയ്തതിൽ അനാബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഭാഗം ഫില്ലാക്കിന് തൊട്ട് നോക്കിയിട്ട് പക്കയാണ് നോക്കുക. അതുപോലെ ഇതിൻ്റെ ഈ എൻഡ് ഇതുണ്ടോ, ഇതിൻ്റെ ഈ ബോണ്ടറിനെ സ്ഥലത്ത് ഈ ബോൾട്ട് വരുന്ന ഏരിയയിലുള്ള ഈ കുഴിയൊക്കെ ഫിനിഷ് ചെയ്തിട്ട് പക്കായിട്ട് ക്ലീൻ ചെയ്യുക. അതുണ്ടോ, പക്കായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. എല്ലാവരുടെ അടുത്ത ഈ ഇതിൻ്റെ ബോണ്ടിൻ്റെ ടൈമിലും അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും, ലീക്ക് വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നുള്ളത് പറഞ്ഞാൽ ഇതിൻ്റെ ഈ സീല് മാറ്റണം. സീല് മാറ്റുന്നപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം. ഇത് നമ്മളെ പമ്പ്, ഇതാണ് നമ്മളെ ഓയിൽ പമ്പ് വരുന്നത്. ഈ വരുന്ന ഭാഗം ഇത് സ്റ്റെയിനർ, ഇതിൻ്റെ ഈ വരുന്ന ഭാഗമാണ് ഇതിൻ്റെ ഓയിൽ പമ്പ്. അത് വാൾ കവറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഓയിൽ പമ്പിന് ഡ്രൈവ് എടുക്കുന്ന ഒരു സ്ലീവ് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ കട്ടിങ് ഉണ്ടോ, ഈ കട്ടിങ് ഇതിനകത്ത് കയറിയിരിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടോ ഒരു കട്ടിങ്, അതിനകത്ത് ഇത് കയറിയിരിക്കുമ്പോൾ ഇത് കറങ്ങുന്ന ടൈമിലാണ് ഉള്ള ഓയിൽ പമ്പ് വർക്ക് ചെയ്യുക. രണ്ടും കൂടെ കൂടിയാണ്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ മുകളിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അത്ര ക്ലിയറായി പറയാൻ കഴിയില്ല. അതായത് ഞാൻ അങ്ങനെ ഊരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അതിനെക്കുറിച്ച്. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ വെച്ചുകൊണ്ട് നമ്മൾ കറക്റ്റ് കയറ്റി വെച്ചുകൊണ്ട് നമ്മൾ ബോൾട്ട് ഇട്ടുകൊണ്ട് ഇത് ലൂസിനെ ടൈറ്റ് കണ്ട ലൂസിൻ്റെ ഭാഗത്തേക്കാണ് ടൈറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അതങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അതിൽ പോയി ലോക്ക് ചെയ്യും. അതിന് പോരാത്തതിന് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം പോയിട്ട് നേരെ ക്രാങ്കിൻ്റെ ആ ഒരു വീലുമ്പോൾ പോയിട്ട് പ്രസ് ചെയ്ത് നിൽക്കും. ഇത് ഈ ഒരു ഭാഗം. അപ്പോൾ അതുപോലെ തന്നെ പ്രസ് ചെയ്ത് നിൽക്കുമ്പോൾ അത് ലോക്കാവും, അതുപോലെ തന്നെ ഇതിനുള്ള ഡ്രൈവ് കിട്ടും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിങ്. ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വീല് ലോക്കും കാര്യങ്ങളും ഉണ്ടാവില്ല. അത് ഞാൻ ടൈമിൽ സെറ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഈ സ്ലീവ് ഈ സീൽ നമ്മൾ മാറ്റണം. അതുപോലെ ഇതിനകത്തുള്ള ഒരു പാക്കിങ് വരുന്നുണ്ട്, അത് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇതാട്ടോ ഇതിൻ്റെ പുതിയ ടൈമിങ് ചെയിനും കാര്യങ്ങളൊക്കെ. ഇതാണ് ചെയിന് പുതിയത് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇതിൻ്റെ ടെൻഷനർ. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം ഈ ലോക്ക് വലിക്കുക, അങ്ങനെയാണ് സിസ്റ്റം. പിന്നെ ഇതിനകത്ത് ഓയിൽ സർക്കുലേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഹോളും കാര്യങ്ങളൊക്കെ കാണുന്നത്. പിന്നെ അതുപോലെ ഇതൊരു ബോണ്ട് മേടിച്ചിട്ടുള്ള കേട്ടോ. ബോണ്ട് കയറുമ്പോൾ നമ്മൾ പേസ്റ്റും കാര്യങ്ങളും ജസ്റ്റ് സീലും കാര്യങ്ങളും പാക്കിങ് ഫിറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് ഇത് സീല്. പിന്നെ അതുപോലെ ഇതൊരു വീലാണ്. പിന്നെ ഈ ഒരു പാക്കിങ് കണ്ടോ, ഈ പാക്കിങ്. അതുപോലെ ഗൈഡ്, 2 ഗൈഡ് വരുമ്പോൾ ഇപ്പോൾ ഓപ്പണാക്കാൻ ഒറ്റ കഴിയുമ്പോൾ ചെയ്യാനുള്ള ജോബ് കിട്ടണം. ഇതൊരു ഗൈഡ്. ഇതിന് കാണേണ്ടതെന്ന് അറിയില്ല കണ്ടോ. ഇത് ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ കാണിച്ചു തരാം. ഇത് ഫുള്ള് ഓപ്പണാക്കുമ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഇത് ഓപ്പണാക്കി കൊണ്ടിട്ട് അതുകൊണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ ഓരോന്നോരോന്ന് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതാണൊരു ഗൈഡ്. അപ്പോൾ ചെയിന് അതുപോലെ ക്യാമിയിൽ ക്രാങ്ക് വീലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 ഗൈഡും. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഇത് ഫ്രീ ആവണം. ഈ ബോൾട്ട് ടൈറ്റ് ചെയ്യരുത്, ഇത് ഫ്രീ ആയിട്ട് ഇങ്ങനെ കറങ്ങണം. അതുപോലെ ഗൈഡ് ഇപ്പോൾ ഞാൻ ഈ ടെൻഷനിൽ കൊടുക്കാണ്ട്. അതുപോലെ ഈ ഇരിക്കുന്ന ഒരു പൈപ്പ് ഉണ്ടല്ലോ, എത്രത്തോളം കാണാറില്ല. ഈ ഒരു പൈപ്പാണ് നമ്മൾ ഈ ചെയിനിക്ക് ലൂബ്രിക്കേഷൻ, അതായത് ഓയിൽ കൊടുക്കുന്നത്. ഈ ഒരു പൈപ്പ് ഞാൻ അതിന് മുമ്പ് അയച്ചിട്ട് കാണിച്ചിരുന്നു, ആ ഒരു പൈപ്പ്. അതുപോലെ ഇതിൻ്റെ ഈ ഗൈഡിൻ്റെ ഈ അടിയിലുള്ള ഈ അല്ലെങ്കിൽ ടൈറ്റ് ചെയ്യുക, ഫുൾ ടൈറ്റ് ചെയ്യുക. അതുപോലെ ഈ 2 10-ൻ്റെ ബോൾട്ടുകൾ ഫുൾ ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഗൈഡ് നമുക്ക് അങ്ങോട്ടൊന്നും മാറില്ല. അതുപോലെ ഇത് തിരിഞ്ഞാണ്ട് കൊടുക്കേണ്ട ഒരു കേസ് വരില്ല, ഇത് അങ്ങനെ ഒരു ഫാൾട്ട് വരില്ല. കാരണം ഇത് ഓരോ സൈഡിലേക്ക് ഇത് കൊടുങ്ങുള്ളൂ. പിന്നെ അതുപോലെ ഈ ഗ്രൂവ് വരുന്ന ഭാഗത്ത് നമ്മൾ ഈ ചെയിന് സെറ്റാണോ നോക്കുക. പിന്നുള്ളത് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ക്യാമിൻ്റെ വീലും ക്രാങ്കിൻ്റെ വീലിൻ്റെ ഈ എഴുത്ത് വരുന്ന ഭാഗം പുറത്തേക്കാക്കിയിടുക, അങ്ങനെ ഫിറ്റ് ചെയ്യുക. അതുപോലെ ഈ ചെയിനിൻ്റെ ഈ ലോക്ക് ഉണ്ടല്ലോ, ഈ കളർ വ്യത്യാസമുള്ള ഭാഗം പുറത്തേക്കാക്കിയിടുക, അതാവും നല്ലത്. വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഊരുന്ന ടൈമിൽ നമുക്കിത് ഉപകാരപ്പെടും. പിന്നുള്ളത് പറഞ്ഞാൽ ടെൻഷനിൽ കൊടുക്കിയിട്ട് ബാക്കി ഈ ഭാഗം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ടെൻഷനിൽ കൊടുക്കിയിട്ടുണ്ട്. ഇനി എന്താ വെച്ചാൽ ഇതുപോലെ കുടുക്കി വെച്ചതിന് ശേഷം കണ്ടല്ലോ അല്ലേ, ഇതുപോലെ കുടുക്കി വെച്ചതിന് ശേഷം ഈ ഒരു മുതലുണ്ടല്ലോ, ഈ പിന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇത് ലോക്കാവും. നെക്സ്റ്റ് കാണിച്ചു തരാം. ചെറുതായിട്ടുണ്ടോ കേട്ടോ, കണ്ടോ. അപ്പോൾ ഇതിൽ വന്നിട്ട് ടൈറ്റ് ആയി നിന്നു. ഇനി ഇത് വർക്ക് ചെയ്യുന്ന ടൈമിൽ ഇതിനൊരു ആക്ഷൻ വരും. അതിലേക്ക് ഓയിൽ തള്ളി ഇങ്ങനെ പിടിക്കും. ഇതിലേക്ക് ഓയിൽ പാസിങ് ഉണ്ടാവും. അപ്പോൾ ഇത് ഈ ഒരു പിസ്റ്റന് ഇതിലേക്ക് ഗൈഡുമ്പോൾ തള്ളി പിടിക്കും. അങ്ങനെയാണ് ഇത് ലോക്ക് ചെയ്യുക. ഇപ്പോൾ കണ്ടോ, അപ്പോൾ ഇത് സെറ്റായി. ഇനി നമ്മൾ ഇത് ടൈറ്റ് ചെയ്യണം. ഇത് ഞാൻ ഗണ്ണിട്ടിട്ടാണ് അത് ലൂസാക്കിയിട്ടുള്ളത്. ഇതെല്ലാം തന്നെ ഇവിടെ ലോക്ക് ചെയ്തിട്ട് ലൂസാക്കുക. ഞാൻ ഗണ്ണിട്ടാണ് ലൂസാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മളിത് പിടിക്കുന്ന ടൈമിൽ ഇവിടെ സ്ലിപ്പാകാനൊക്കെ ചാൻസ് ഉണ്ട്, ഈ പുള്ളി ഈ ലോക്ക്. അപ്പോൾ നമ്മൾ ഗണ്ണിട്ട് അയക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ലോക്ക് ചെയ്തുകൊണ്ട് അയക്കുക. നിങ്ങളൊരു ഐഡിയൊക്കെ ചെയ്യുക.
അപ്പോൾ ഇനിയുള്ളത് ടൈമിംഗ് കവറിൻ്റെ പാക്കിംഗ് കൊടുക്കലാണ്. ഈ പാക്കിംഗ് സെറ്റ് ചെയ്യല്. അപ്പോൾ പാക്കിംഗ് ആദ്യം വെക്കുമ്പോൾ വെക്കാവും നല്ലത്. അപ്പോൾ പാക്കിംഗ് വെക്കുമ്പോൾ ഈ ഒരു ഭാഗങ്ങൾ, ഈ വാൾ കവറിൻ്റെ ഈ ഒരു ഭാഗത്ത് കുറച്ച് പശ ഇടുക. പശ എന്ന് പറയുമ്പോൾ ബോണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കുഴപ്പമില്ലാത്ത പശ കയറ്റുക. അതുപോലെ ഇവിടെ അതുപോലെ ഇതിനകത്ത് ഹെഡിൻ്റെ ഈ ഒരു ഗ്യാപ്പ് വരുന്നിടത്ത് ഹെഡും ബ്ലോക്കും കൂടെ തമ്മിൽ ബന്ധിപ്പിക്കണം ആ ഭാഗത്ത്. അതുപോലെ അടിയിൽ നമ്മളെ സമ്പിൻ്റെ നേരെ മുകളിലത്തെ ആ ഭാഗം ക്രാങ്ക് കണക്ട് ചെയ്യുന്ന ആ ഭാഗത്ത് അതെല്ലാം മൊത്തമായിട്ട് ഇടാനൊന്നും കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ട് മൊത്തമായിട്ട് ഇടാനും കുഴപ്പമൊന്നുമില്ല. അലമ്പാവാതിരിക്കുക, അലമ്പാവാതിൻ്റെ രീതിയിൽ ഫിറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു മുതൽ ഫിറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം ഇത് അലക്കി കയറ്റി വെക്കുക. അതുപോലെ വാൾ കവർ ഈ ടൈമിംഗ് കവറുമേ സെറ്റ് ചെയ്യേണ്ട, നേരെ ഇതിൽ സെറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ക്യാമിൻ്റെ മോൾ ഭാഗം ടൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ സ്പെഷ്യൽ ടൂളും കാര്യങ്ങളും നമ്മുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യുക വെച്ചാൽ മുകളിൽ ഇതുപോലെ ബോക്സ് ഇട്ട് കണ്ട് പിടിക്കുക. അതുപോലെ അടിയിലും ഇതുപോലെ ഒരാൾ ഇതുണ്ടോ നേരത്തെ ഞാൻ ഇട്ടതുപോലെ തന്നെ ഒരാൾ ഓപ്പോസിറ്റ് ഇത് ടൈറ്റ് ചെയ്യണ ലൂസാക്കണ ഭാഗത്തേക്കാണ് ടൈറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇത് ലൂസാക്കിയിട്ട് ഒരാളിങ്ങനെ അമർത്തി പിടിക്കുക. ഇവിടെ അതിനോട് അമർത്തി പിടിച്ചതിന് ശേഷം ഇവിടെ നമ്മൾ ടൈറ്റ് ചെയ്യുക. അത് കാണിച്ചിട്ടോ ആ പൈപ്പിട്ടോ ഇവിടെ നമ്മൾ ജസ്റ്റ് നമുക്ക് കാണിച്ചു തരണം. ആ പിടിച്ചിട്ടോ. അങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഒരാൾ പിടിച്ച് ടൈറ്റ് ചെയ്താൽ ഇത് ലോക്കിന് കംപ്ലയിൻറ്റ് വരില്ല. നമുക്കിവിടെ പക്കായിട്ട് ടൈറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്പെഷ്യൽ ടൂൾ ഇല്ലാത്തവർക്ക് ഇങ്ങനെയും ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം പറഞ്ഞിരുന്നത്. അപ്പോൾ ഇനി ബാക്കി പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഈ ഒരു പാക്കിങ് കാര്യങ്ങളൊക്കെ കൊടുക്കി. അതിനുശേഷം കവർ കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. കവർ കൊടുക്കുമ്പോൾ ഈ ഒരു സീൽ നമ്മൾ ഇടണം. അത് ഞാൻ കൊടുക്കുന്ന ടൈമിൽ പറഞ്ഞുതരാം. ഇനിയുള്ളത് പറഞ്ഞാൽ ടൈമിങ്ങിൻ്റെ കവർ കൊടുക്കുക. ആ കവർ കൊടുക്കുന്ന ടൈമിൽ ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു കാസ്കറ്റ് മാറ്റണം. ഇത് കണ്ടോ, കാസ്കറ്റ് അല്ല, ഒരു ചെറിയ റബ്ബറിൻ്റെ ഒരു പീസായിരുന്നു. അത് മാറ്റി കൊടുത്തുകൊണ്ട് ഈ ഭാഗം അയച്ചുകൊണ്ടാണ് ചെയ്യുക. അത് സിമ്പിളാണ്. ചെറുതായിട്ട് മോണ്ടിട്ട് കയറ്റി കൊടുക്കുക. പിന്നുള്ളത് പറഞ്ഞാൽ ഇതാണ് ഈ സീല് ചെയ്യണതിൻ്റെ വീഡിയോ അതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം ഇട്ടിട്ടില്ല, ഞാൻ ചെയ്തതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം ഇനി ഇത് പറഞ്ഞാൽ ഇത് ഞാൻ അതിൻ്റെ അടിയിൽ കൂടെ മുകൾക്ക് പൊക്കിയിട്ട് ഇത് വെക്കുക, ഫിറ്റ് ചെയ്യാന്നുള്ള കേട്ടോ. അപ്പോൾ ടൈമിങ്ങിൻ്റെ കവറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. കവറിൻ്റെ ബോൾട്ടും കാര്യങ്ങളും 10ൻ്റെ ബോൾട്ടുള്ള വരുന്നത് ഫുള്ള് കയറ്റി. പിന്നുള്ളത് പറഞ്ഞാൽ ഈ കവർ കയറ്റിനോട് കൂടെ തന്നെ ഇതിൻ്റെ ഈ സ്ലീവ് കയറ്റണം. അടിയിലുള്ള ഈ ഒരു ബോൾട്ടിൻ്റെ ക്രാങ്ക് ബോൾട്ടിൻ്റെ സ്ലീവ് ഒരു മിനിറ്റ് ഇതുണ്ട്. ആ സ്ലീവ് ആ കവറിൻ്റെ ഒപ്പം കയറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ കവർ കൊടുക്കുന്നതിന് ശേഷം സ്ലീവ് കിട്ടുമ്പോൾ ടൈറ്റ് വരും. അപ്പോൾ അത് കയറ്റം ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇങ്ങനെ തന്നെ കയറ്റുക. അതാകുമ്പോൾ നമ്മൾ ഇടുന്ന ഈ സീലിനും കാര്യത്തിനും ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ വരില്ല. പിന്നെ ഓയിൽ സീലൊന്നും കംപ്ലൈൻറ്റ് വരില്ല. അതിന് അങ്ങനെ ഇടണം. പക്ഷേ ഓയിൽ ഇട്ടുകൊണ്ട് ആ സ്ലീവ് കയറ്റാവും നല്ലത് കേട്ടോ. ആ ഭാഗം ശ്രദ്ധിക്കുക. അപ്പോൾ ടൈമിങ്ങിൻ്റെ ഈ ഭാഗം ഫുള്ള് കൊടുത്തതിന് ശേഷം അതുപോലെ ഈ ബൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അടിയത്തെ ബോൾട്ട് ടൈറ്റ് ചെയ്ത് ഫുള്ള് പക്കാക്കി. പിന്നെ നമ്മൾ ലോക്ക് എടുത്തതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് കറക്കി നോക്കി. 2 റൗണ്ടോളം കറക്കി നോക്കി. അപ്പോൾ റൗണ്ട് കറക്കുന്ന ടൈമിൽ ഇത് കംപ്രസറിൻ്റെ ചെറിയൊരു പിടുത്തുന്നല്ലാതെ വേറെ ഓവറായിട്ട് ടൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ടൈമിങ് വെക്കേണ്ടി വരും. അതെല്ലാം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അടുത്ത സംഭവം കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുക. പിന്നെ ടൈമിങ് അഥവാ ക്ലിയർ അല്ല ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോൾട്ട് ഊരുക. ഇതുണ്ടോ അല്ലെങ്കിൽ ബോൾട്ട് ഇത് ഊരുക. അടിയത്തെ നമ്മളിപ്പോൾ ആ ഒരു ക്രാങ്കിൻ്റെ ബോൾട്ട് ഊരുക. അതിന് ശേഷം വീണ്ടും ടൈമിങ് വെക്കുക. ടൈമിങ് വെച്ചതിന് ശേഷം ഇതിനകത്ത് ഊരിയിട്ട് ഇതിന് ഉള്ളിൽ 18 ഇട്ട് കണ്ട് നമുക്ക് ഇതിനകത്തൂടെ 18 ഇട്ട് കണ്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഊരിയതിന് ശേഷം ഇതിൻ്റെ അകത്തുള്ള 18 ലൂസാക്കുക. അടിയത്തെ 6 ബോൾട്ട് ലൂസാക്കുക, ക്രാങ്കിൻ്റെ ബോൾട്ട്. പിന്നെ ഇവിടെ ഒന്നുകൂടെ വീണ്ടും ടൈമിങ് വെച്ചതിന് ശേഷം ഇത് ടൈറ്റ് ആക്കിയിട്ട് വീണ്ടും കറക്കി വെക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ കവറും കാര്യങ്ങളും വരണ്ട, ഈ ഒരു ഇത് ഊരിക്കാണ്ട് നമുക്ക് ചെയ്യാവുന്ന കേട്ടോ. അപ്പോൾ ടൈമിങ് തെറ്റി നിർത്തി ആരും പിന്നെ ഒരു ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. രണ്ടാമത് നമുക്ക് ഇവിടെ വെച്ചുകൊണ്ട് വെക്കാം. രണ്ടാമത് നിന്നുകൂടെ തിരിച്ചുകൊണ്ട് വെച്ചാൽ മതി. പിന്നെ ടൈമിങ് വെക്കുന്ന ടൈമിൽ ഫസ്റ്റ് മോൾ ഭാഗം വെക്കുക. മോൾ ഭാഗം വെച്ചതിന് ശേഷം പിന്നെ അടിയത്തെ ക്രാങ്ക് കറക്കിക്കാണ്ട് അടിയിലുള്ള ലോക്ക് ചെയ്യുക. അപ്പോൾ ക്രാങ്ക് കറക്കുന്ന ടൈമിൽ ചെറിയ ഡേറ്റ് ഉണ്ടാവും. ലോക്ക് കറക്റ്റ് മുകൾക്ക് വരാൻ കുറച്ച് താമസം ഉണ്ടാവും. അപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാലും അടിയിൽ ലോക്ക് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ക്രാങ്ക് കറക്കിയാണ്ട് ലോക്ക് വന്നു എന്ന് ഉറപ്പ് വരുത്തിയാണ്ട് ആ പോയിന്റ്, അതായത് ആ സ്ക്രൂ ഡ്രൈവർ മുകൾക്ക് കയറ്റി കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഭാഗം ഫിറ്റ് ചെയ്തതിന് ശേഷം ഓയിൽ സമ്പ് സെറ്റ് ചെയ്യുക. അപ്പോൾ ഓയിൽ സമ്പ് സെറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗങ്ങൾ ഫുള്ള് ക്ലിയർ ആക്കണം. ഇവിടെ ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഫുള്ള് ക്ലീൻ ചെയ്ത് കണ്ട് അനാബോണ്ട് ഇട്ടുകൊണ്ടാണ് സെറ്റ് ചെയ്യുക. അതായത് പേസ്റ്റ് ഇട്ടുകൊണ്ട് സെറ്റ് ചെയ്യണം. പിന്നെ ഇതിന് പാക്കിങ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പേസ്റ്റ് പക്കായിട്ട് ഇട്ടുകൊണ്ട് സെറ്റ് ചെയ്യുക. ബാക്കിയുള്ള ഈ ഭാഗങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നുള്ളത് പറഞ്ഞാൽ ഇതിൻ്റെ അടിയത്തെ ബെൽറ്റ്, അതുപോലെ എയർ ഫിൽറ്റർ, ആ ഭാഗങ്ങളാണ്. ഇപ്പോൾ എയർ എടുത്ത് കഴിഞ്ഞാൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ നിന്ന് അടിച്ചാൽ ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ബെൽറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്യാത്തതുകൊണ്ട് അധികം സ്റ്റാർട്ടിങ്ങിൽ ഇടാൻ പറ്റില്ല. പമ്പും കാര്യങ്ങളൊന്നും വർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് കുറച്ച് സ്റ്റാർട്ടിങ് ഇട്ടിട്ട് ലീക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഇത് ചെയ്യാനുള്ളത്. പിന്നെ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളി, ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഇത് എത്രത്തോളം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എനിക്ക് അറിയില്ല. അപ്പോൾ ഇതിൽ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക.
നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.